ത്രിപുരസുന്ദര്യേ ലളിതാംബികായൈ നമഃ. നമസ്കാരം. ഈ വർഷത്തെ തൃക്കാർത്തിക ദിനം വളരെയേറെ പ്രാധാന്യമേറിയതാണ്. ലക്ഷ്മി പൂജ ചെയ്യുന്ന വെള്ളിയാഴ്ച ദിനം, നാരായണീയ ദിനം, പ്രദോഷം എന്നീ സവിശേഷതകളെല്ലാം ചേർന്ന പുണ്യദിനമാണ്. തൃക്കാർത്തിക ദിനത്തിൽ ദേവിയെ പ്രസാദിപ്പിക്കാൻ, ദേവിയുടെ പിറന്നാൾ ആഘോഷപൂർവ്വം കൊണ്ടാടാൻ നമ്മൾ സന്ധ്യയ്ക്ക് നമ്മുടെ ഗൃഹത്തിലും പരിസരത്തും ചിരാതിൽ നല്ലെണ്ണയൊഴിച്ച് ദീപം തെളിയിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ഗൃഹത്തിൽ ഉള്ള നെഗറ്റീവ് എനർജിയെല്ലാം നീക്കി പോസിറ്റീവ് എനർജി നിറച്ച് പുത്തൻ ഉണർവോടെയും നിത്യവും ആയുരാരോഗ്യ സൗഖ്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രത്യേകമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. തൃക്കാർത്തിക ദിനം ആഘോഷിക്കാൻ നമ്മൾ തലേ ദിവസം വീടും പരിസരവുമെല്ലാം ശുചിയാക്കി തീർത്ഥം തെളിച്ച് ശുദ്ധമാക്കാറുണ്ട്. ഇനി ആരെങ്കിലും അഥവാ അങ്ങനെ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇന്നു തന്നെ രാവിലെ എഴുന്നേറ്റ് വീടും പരിസരവും ശുചിയാക്കി തുളസി തീർത്ഥം തെളിച്ച് ശുദ്ധി വരുത്തുക. അതിനുശേഷം കുളിച്ച് പൂജാമുറിയിൽ നിലവിളക്കിൽ നെയ്യൊഴിച്ച് ദീപം തെളിയിച്ച് ഗണപതി സ്തുതി, ദേവീസ്തുതി, ഭഗവത് സ്തുതി എന്നിവയെല്ലാം ചൊല്ലുക. തുളസിത്തറയിൽ ദീപം വയ്ക്കുക. അതിനുശേഷം രാവിലെ ചിരാതിൽ കടുകെണ്ണയൊഴിച്ച് തിരിയിട്ട് ഓരോ മുറിയിലും വയ്ക്കുക. ജനലുകൾ തുറന്നിടുക. തിരി തെളിയിച്ചു വയ്ക്കുക. കടുകെണ്ണയൊഴിച്ച് ദീപം തെളിയിക്കുന്നത് വഴി ഗൃഹത്തിലെ എല്ലാ മുറികളിലെയും നെഗറ്റീവ് എനർജിയെല്ലാം ഒഴിഞ്ഞ് അന്തരീക്ഷത്തിലെ അശുദ്ധ വായുക്കൾ പോലും ഒഴിഞ്ഞ് ഗൃഹം ശുദ്ധിയാവും. അതിനുശേഷം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് വൈകിട്ട് കുളി കഴിഞ്ഞ് കുടുംബത്തിലെ സ്ത്രീകൾ നന്നായി അണിഞ്ഞൊരുങ്ങി ചിരാതിൽ നല്ലെണ്ണയൊഴിച്ച് ദീപം തെളിയിച്ച് ഗൃഹത്തിലൊക്കെയും പരിസരത്തും വയ്ക്കുക. അതോടെ നമ്മുടെ ഗൃഹം പൂർണ്ണമായും പോസിറ്റീവ് എനർജിയാൽ നിറയും. അതോടൊപ്പം നെല്ലിക്ക ദീപവും ഉപ്പ് ദീപവും തെളിയിക്കുക. എല്ലാവിധ ഐശ്വര്യങ്ങളും അതോടൊപ്പം പൂജാമുറിയിൽ ദേവിയുടെ മുൻപിലും നിലവിളക്കിൽ നെയ്യൊഴിച്ച് 5 തിരിയിട്ട് ദീപം തെളിയിക്കുക. ദേവിക്ക് കടും പായസം, അതായത് ശർക്കര പായസം നേദിക്കുക. കൂടാതെ ലളിതാ സഹസ്രനാമം, ലളിതാ ത്രിശതി, കനകധാരാ സ്തോത്രം, അർഗളാസ്തുതി എന്നിവ ചൊല്ലിയാൽ സർവ്വദോഷങ്ങളും നീങ്ങി സർവ്വവിധ ആയുരാരോഗ്യ ഐശ്വര്യങ്ങളും ഉണ്ടാവും. നമ്മൾ ഉപ്പ് ദീപം തെളിയിച്ചിട്ട് തിരി കെട്ട് കഴിയുമ്പോൾ ബാക്കി വരുന്ന ഉപ്പ് നമുക്ക് ഏതെങ്കിലും വെള്ളത്തിൽ അലിയിപ്പിച്ച് കളയാവുന്നതാണ്. നെയ്യൊഴിച്ച് കത്തിക്കുന്ന നെല്ലിക്ക ദീപം നമുക്ക് വീട്ടിലുള്ളവർക്ക് ഭക്ഷിക്കാവുന്നതുമാണ്. അത് ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുകയും ചെയ്യും. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹത്താൽ സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. നാരായണി നമോസ്തുതേ.